തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് ആനക്കൊമ്പ് മോഷ്ടിച്ചത് ക്യാമ്പിലുള്ളയാളെന്ന് സൂചന. വിരലടയാളം ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് അറിയിച്ചു. AK-47 ഉൾപ്പെടെ അത്യാധുനിക തോക്കുകളുമായി 24 മണിക്കൂറും റോന്തു ചുറ്റുന്ന ഇന്ത്യൻ സൈനികർ. CCTV ക്യാമറകൾ ഉൾപ്പെടെ ശക്തമായ നിരീക്ഷണ സംവിധാനം. സൈനികരുടെ അനുമതിയില്ലാതെ ഇല പോലും അനങ്ങാത്ത പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നാണ് 2 കോടി വില മതിക്കുന്ന 2 ആനക്കൊമ്പുകൾ മോഷണം പോയത്. അതും ഓഫീസേഴ്സ് മെസ്സിൽ നിന്ന്. അകത്തു നിന്നുള്ള സഹായമില്ലാതെ കൊള്ള നടക്കില്ലെന്ന വിലയിരുത്തലാണ് ക്യാമ്പിനുള്ളിലുള്ളവരിലേക്ക് പോലീസിന്റെ സംശയമുന നീട്ടുന്നത്. വിരലടയാള വിദഗ്ധരുടെയും ഫോറൻസിക് സംഘത്തിന്റെയും പ്രാഥമിക വിശദീകരണങ്ങളും പോലീസ് സംശയത്തിന് ബലം നൽകുന്നതാണ്. അതേസമയം എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിപ്പോൾ ഒരു സ്പെഷ്യൽ ടീം, ഒരു SIT രൂപീകരിച്ചിരിക്കുകയാണ്. DCP 1 നേതൃത്വത്തിൽ അത് അന്വേഷിക്കാനായിട്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേക സംഘം അത് മിനിഞ്ഞാണം വൈകുന്നേരം രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിൻ്റെ എല്ലാ വശവും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചിട്ട് വരുമ്പോൾ പറയാം ആ കാര്യം. പൂജപ്പുര SHOയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. 100 കിലോയിലധികം തൂക്കം വരുന്ന ആനക്കൊമ്പുകൾ ക്യാമ്പിനുള്ളിൽ നിന്ന് എങ്ങനെ പുറത്തു കടത്തി എന്നതാണ് ഏറ്റവും പ്രധാന സംശയം. 1929 തിരുവിതാംകൂർ സർക്കാർ സൈന്യത്തിന് കൈമാറിയതാണ് ഈ ആനക്കൊമ്പുകൾ. ക്യാമ്പിനുള്ളിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ മോഷണം പോയതിന്റെ നാണക്കേടിലാണ് സൈനിക ഉദ്യോഗസ്ഥർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. തിരുവനന്തപുരം മുക്കോലക്കലിൽ രാവിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം. കോർപ്പറേഷൻ ജീവനക്കാരെന്ന വ്യാജേന അതിക്രമിച്ചു കയറിയ സംഘമാണ് 75 ഗ്രാം സ്വർണം മോഷ്ടിച്ചത്. 2 സ്ത്രീകളടക്കം 4 അംഗ സംഘം ഇതിനകം പോലീസ് പിടിയിലായി കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ ശ്രീവരാഹം മുക്കോലക്കലിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശിവം റെസിഡൻസി ഫ്ളാറ്റ്. സമയം രാവിലെ 10:30. ഓട്ടോയിൽ ശ്രീവരാഹം ക്ഷേത്രത്തിന് സമീപമെത്തിയ കവർച്ചാ സംഘത്തിലെ ശരത്തും ഷീബയും കോർപ്പറേഷൻ ക്ലാർക്കായും രാജനും ബാബുവും മാലിന്യം ശേഖരിക്കുന്ന തൊഴിലാളികളായും വേഷമിട്ടു. ശേഷം 5-ാം നമ്പർ ഫ്ളാറ്റിലെത്തുന്നു. ശരത്തും ഷീബയും ചേർന്ന് കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നെത്തിയ ഉടമ ചന്ദ്രയോട് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനുണ്ടെന്ന് പറയുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന ചന്ദ്രയോട് വീട്ടുടമയുടെ നമ്പർ വേണമെന്നും ആവശ്യപ്പെട്ടു. ഇതേ സമയം രാജനും ബാബുവും ഷീബയുടെയും ശരത്തിന്റെയും പിന്നിൽ പതിയിരുന്നു. ചന്ദ്ര നമ്പർ എടുക്കാൻ തിരിഞ്ഞതും 4 അംഗ സംഘം മുറിയിലേക്ക് ഇടിച്ചു കയറി ചന്ദ്രയെ ക്രൂരമായി മർദ്ദിച്ചു. നമ്മൾ വാടകയ്ക്കാണല്ലോ, അപ്പോൾ നമ്മൾ ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞിട്ട് അമ്മ അപ്പോഴും വാതിൽ കുറ്റിയിട്ടിട്ട് മൊബൈൽ എടുത്തു. ഓണറിൻ്റെ നമ്പർ കൊടുക്കാൻ വേണ്ടി ആ 9 പറഞ്ഞതും ജസ്റ്റ് തുറന്നിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ആ പറഞ്ഞ സമയത്ത് ഈ 2 ലേഡീനെയും ആണിനെയും തട്ടി മാറ്റി ബാക്കിൽ 2 പേര്, ഒരു 50-60 പ്രായമുള്ളവർ 2 പേര് കയറി വന്ന് ഇവരെ തട്ടി മാറ്റി ഉള്ളിൽ കയറി അമ്മയുടെ മാലയും വളയൊക്കെ ബലമായിട്ട് പിടിച്ച് വലിച്ച് അമ്മേനെ ആ റൂമിൽ, അതായത് ബെഡ്റൂമിലേക്ക് തട്ടിയിട്ടിട്ട് അവർ സാധുമോട്ട് നടന്നു പോവുക ചെയ്തു. ആ സമയത്ത് അമ്മ ഒച്ചമകളൊക്കെ ഉണ്ടാക്കി. ഈ സമയത്താണ് മറ്റൊരു പ്രതിയായ റീന കവർച്ചയിലെ തന്റെ റോൾ നിർവഹിച്ചത്. ജീവൻ രക്ഷാർത്ഥം ചന്ദ്ര അലറി വിളിക്കുന്നത് പരിസരവാസികൾ കേട്ടു. എന്നാൽ ഫ്ളാറ്റിന്റെ താഴെ നിലയിൽ താമസിക്കുന്ന റീന എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. ചന്ദ്രയ്ക്ക് സുഖമില്ലാത്തതിനാൽ കരയുകയാണെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും ഇവർ പറഞ്ഞു. പിന്നാലെ ചന്ദ്രയുടെ പക്കലുള്ള 75 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച 4 അംഗ സംഘം ഫ്ളാറ്റ് വിട്ടിറങ്ങി. റീനയുടെ ഫ്ളാറ്റിന് സമീപം വച്ചിരുന്ന കലങ്ങിയ വെള്ളം നിറച്ച ബക്കറ്റിൽ 2 വളകൾ നിക്ഷേപിച്ചു. ശേഷം ഓട്ടോയിൽ കയറി 4 അംഗ സംഘം രക്ഷപ്പെട്ടു. ഈ സ്വർണം കിഴക്കേക്കോട്ടയിലെ ജ്വല്ലറിയിലെത്തി റീന വിറ്റു. ഈ നീക്കമാണ് പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. കുറച്ച് സ്വർണം റിക്കവറി നടത്തിയിട്ടുണ്ട്. കുറച്ച് സ്വർണം പണയം വെച്ച് പൈസയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് റിക്കവറി നടത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ റിക്കവറി, ബാക്കിയുള്ള സ്വർണം റിക്കവറി നടത്താനുണ്ട്. ഇനിയും ഈ ഒരു പ്രതി ഉണ്ടെന്നാണ് ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രീവിയസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ്. ഇത് കൃത്യമായിട്ട് മുൻപ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറ്റം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
ചന്ദ്രയുടെ അയൽവാസിയായ റീനയാണ് ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളി. മോഷണം ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് ചന്ദ്രയുടെ ദിനചര്യകൾ റീന സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. റീനയുടെ ബന്ധുവാണ് പ്രതികളിൽ ഒരാളായ ഷീബ. വെൺപാലവട്ടത്തെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ശരത്തിന് 30,000 രൂപയും റീനയ്ക്ക് 1 ലക്ഷം രൂപയും ഷീബ നൽകാനുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത വീട്ടാനാണ് ദിവസങ്ങളോളം ആസൂത്രണം ചെയ്ത് പ്രതികൾ സ്വർണം കവർന്നത്. കൃത്യമായ ഗൂഢാലോചനയോടെയാണ് 4 സംഘം ഈ കവർച്ച ആസൂത്രണം ചെയ്തത്. എന്നാൽ ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും പ്രതികൾക്ക് വിനയായി. തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ ഇത്തരമൊരു കവർച്ച നടന്നപ്പോൾ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ MG മഞ്ജുഷനോടൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.